നമ്മൾ എത്ര നല്ല ഹെന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും നന്നായി ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യുന്ന കോണിൻ്റെ പെർഫെക്ഷനിലായിരിക്കും നമ്മുടെ ഡിസൈൻ്റെ പെർഫെക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഹെന്ന കോണൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വല്ല ബ്രൈഡൽ വർക്കൊക്കെ എടുക്കുമ്പോൾ നല്ല അസല് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ ബ്രൈഡൽ വർക്കൊക്കെ എടുത്തിരുന്ന സമയത്ത് അതായത് ആ സമയത്ത് തന്നെ അന്ന് ഈ ഓർഗാനിക് കോൺ അത്ര വലിയ ഫേമസ് ഒന്നല്ല. ഇപ്പോഴാണല്ലോ ആൾ ഇത്രയും ഫേമസ് ആയി വന്നത്. ആ ടൈമിൽ ഞാൻ യൂസ് ആക്കിയിരുന്നത് ഓർഗാനിക് ഹെന്ന കോൺസ് തന്നെയായിരുന്നു. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹെന്ന കോൺസ് സ്റ്റെക്കാവും. എനിക്ക് തോന്നുന്നതിൽ എയർ കിടന്നിട്ടാണ് തോന്നുന്നുണ്ട് സ്റ്റെക്കാവുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിസൈനിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റാറില്ല. അങ്ങനെ ഞാൻ അവരോട് വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു, ഹെന്ന കോൺ സ്റ്റെക്കായിരുന്നു, ഡിസൈൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല, കറക്റ്റായിട്ടുള്ള ഫ്ലോ ആയിരുന്നില്ല എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു അടുത്ത പ്രാവശ്യം റെഡിയാക്കാമെന്ന്. അങ്ങനെ സെക്കൻഡ് ബ്രൈഡൽ വർക്ക് കിട്ടിയപ്പോഴും ഞാൻ ഓരോന്ന് തന്നെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് വാങ്ങിയപ്പോഴും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് തന്നെ ഉണ്ടാക്കിക്കൂടാ, അല്ല നമ്മൾ ചെയ്യുന്ന അത്ര പെർഫെക്ഷൻ മറ്റാരും ചെയ്താൽ ഉണ്ടാവില്ല എന്നാണല്ലോ. അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഹെന്ന കോൺസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ വരാനായി ഇൻസ്റ്റാഗ്രാം പേജ് അടിയിൽ കൊടുക്കുക, മെസ്സേജ് അയച്ചാൽ മതി.